കേരള PSC കാറ്റഗറി നമ്പർ 551/2025 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, ഫയർമാൻ, ഫയർവുമൺ എക്സാം അങ്ങനെ ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എക്സാമിന്റെ അനാലിസിസ്, അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ, കട്ട് ഓഫ് എന്നിവയാണ്. ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും സന്തോഷം നൽകിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. സ്പെഷ്യൽ ടോപ്പിക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചാനലിൽ തന്നെ ഡിസ്കസ് ചെയ്ത ഒരുപാടധികം ക്വസ്റ്റ്യൻസ് തന്നെയാണ് സ്പെഷ്യൽ ടോപ്പിക്കിൽ വന്നത്. എങ്ങനെ പോയാലും ഒരു 15 മാർക്ക് സ്കോർ ചെയ്യാൻ പ്രീവിയസ് ഇയർ നോക്കിയാലെങ്കിലും കഴിയാൻ പറ്റുന്ന രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻസ്. അപ്പം നമുക്കിനി ഫസ്റ്റ് സ്പെഷ്യൽ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് തന്നെ നോക്കാം. ഒരു ഖരപദാർത്ഥം ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയ ഉത്പതനം. ജലത്തിന്റെ തിളനില 100°C. ക്ലോറിന്റെ ആറ്റോമിക നമ്പർ എത്ര? 17. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിനു വേണ്ട ഒരു പ്രധാന അസംസ്കൃത വസ്തു അമോണിയ. LPGയുടെ UN നമ്പർ 1075. താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് കെൽവിൻ. മെക്കാനിക്കൽ ഫോം ടൈപ്പ് എക്സ്റ്റിങ്ക്യൂഷർ താഴെ പറയുന്ന ഏത് തരം തീപിടുത്തത്തിന് ഉപയോഗിക്കുന്നു? B ടൈപ്പ് ഫയർ. സംവഹനം നടക്കുന്നത് ഏത് അവസ്ഥയിലാണ്? ദ്രാവകം. പാസ് വിശദീകരിക്കുക. പുൾ, എയിം, സ്വീസ്, വീപ്പ്. പ്രഥമ ശുശ്രൂഷയുടെ ഉപജ്ഞാതാവ് ആരാണ്? ഫെഡറിക് ഇസ്മാർക്ക്. ചതവോടുകൂടിയ മുറിവുകൾക്ക് പറയുന്ന പേര് കൺഡ്യൂസ്ഡ് മുറിവ്. ധമനികൾ മുറിഞ്ഞുള്ള രക്തസ്രാവം എങ്ങനെ മനസ്സിലാക്കാം? രക്തം ശക്തമായി പുറത്തേക്ക് തെറിക്കുന്നു. അസ്ഥികൾ ഒടിഞ്ഞ് ആന്തരിക അവയവങ്ങൾ തുളച്ചു കയറുന്നതിലൂടെ ഉണ്ടാകുന്ന തരം ഒടിവാണ് കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ. സാങ്കേതിക വിദ്യാ നിയമം 2000 പ്രകാരം ഈ നിയമപ്രകാരം ലഭിച്ച അധികാരങ്ങൾ ഉപയോഗിച്ച് ഒരു വ്യക്തി ഏതെങ്കിലും ഇലക്ട്രോണിക് രേഖ, പുസ്തകം, രജിസ്റ്റർ, വിവരങ്ങൾ അല്ലെങ്കിൽ രേഖകൾ എന്നിവയിൽ പ്രവേശനം നേടിയ ശേഷം ബന്ധപ്പെട്ട വ്യക്തിയുടെ സമ്മതമില്ലാതെ അതിനെ മറ്റൊരാളോട് വെളിപ്പെടുത്തുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ലഭിക്കാവുന്ന ശിക്ഷ പരമാവധി 5 ലക്ഷം രൂപ പിഴ. പാമ്പുകടിയേറ്റാൽ ചെയ്യേണ്ടാത്ത കാര്യം നടക്കുകയോ ഓടുകയോ വേണം. ഹൃദയത്തിന്റെ താളം വിശകലനം ചെയ്യുവാനും ആവശ്യമെങ്കിൽ വൈദ്യുത ഷോക്ക് നൽകുവാനും കഴിയുന്ന സങ്കീർണ ഉപകരണം AED. പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് CPR കൊടുക്കുമ്പോഴുള്ള ചെസ്റ്റ് കംപ്രഷൻ വെന്റിലേഷൻ അനുപാതം എത്രയാണ്? 30:2. പൊള്ളൽ ഉണ്ടാകുമ്പോൾ ചർമ്മത്തിൽ കുമിളകൾ ഉണ്ടായാൽ അത് ഏത് തരം പൊള്ളലാണ്? 2ാം ഡിഗ്രി പൊള്ളൽ. ആഹാരപദാർത്ഥങ്ങൾ തൊണ്ടയിൽ കുടുങ്ങുന്നത് മൂലമുള്ള ശ്വാസതടസ്സത്തെ എന്താണ് പറയുന്നത്? ചോക്കിംഗ്. സാങ്കേതിക വിദ്യാ നിയമം 2000 വകുപ്പ് 66 പ്രകാരം വകുപ്പ് 43 പരാമർശിച്ച ഏതെങ്കിലും പ്രവൃത്തി അസത്യസന്ധമോ വഞ്ചനാപരമോ ചെയ്യുന്ന ആൾക്ക് ലഭിക്കുന്ന ശിക്ഷ പരമാവധി 3 വർഷം തടവ് അല്ലെങ്കിൽ 5 ലക്ഷം പിഴ അല്ലെങ്കിൽ രണ്ടും. സോ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു? നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണ്? നെഗറ്റീവ് മാർക്ക് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് GK പാർട്ടിലേക്ക് കടക്കാം. ശരിയായ ജോഡിയാണ്. ചേരുംപടി ചേർക്കാനാണ് ചോദ്യം. ഓപ്ഷൻ B ആണ് ആൻസർ. കുഷ്ഠരോഗം, ബാക്ടീരിയ, അത്ലസ് ഫുട്ട്, ഫംഗസ്, മീസിൽസ്, വൈറസ്, മന്ദരോഗം, വിരകൾ. ശരീരത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തെ ബാധിക്കുന്നു. നാഡീപ്രവർത്തനങ്ങൾ തകരാറിലാകുന്നു. പേശി പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു. രക്തം കട്ടപിടിക്കുന്നത് തകരാറിലാവുന്നു. ഓപ്ഷൻ D ആണ് ആൻസർ. രക്തത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ശ്വേതരക്താണു ബേസോഫിൽ. ജൈവ വൈവിധ്യ നാശത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ D ആണ്. പ്രകൃതി നിർദ്ധാരണം. കേരള സർക്കാരിന്റെ കിടപ്പു രോഗികൾക്കായുള്ള ശുശ്രൂഷ പദ്ധതിയാണ് ആശ്വാസകിരണം. ഫോക്കൽ ദൂരം 5 സെന്റിമീറ്റർ ആയ ഒരു ലഘു സൂക്ഷ്മദർശിനിയുടെ കോണീയ ആവർത്തനം എത്രയാണ്? 6. മൈക്രോവേവ് ഓവനിൽ ഭക്ഷണം ചൂടാകുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? ജലതന്മാത്രകളുടെ കമ്പനം. താഴെ പറയുന്നവയിൽ ഘർഷണ ബലം ഏതിനെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്? ഉപരിതലങ്ങളുടെ സ്വഭാവം. 2025 റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഗുരുത്വ തരംഗങ്ങൾ സാധാരണയായി ഉണ്ടാകുന്നത് താഴെ പറയുന്ന ഏത് പ്രതിഭാസത്തിലൂടെയാണ്? ബ്ലാക്ക് ഹോളുകളുടെ ലയനം. രൂപാന്തരത്വം എന്ന സ്വഭാവ സവിശേഷം കാണിക്കാത്ത മൂലകം ഏതാണ്? നൈട്രജൻ. താഴെ തന്നിരിക്കുന്നവയിൽ ത്രിബേസിക അമ്ലം അല്ലാത്തത് ഏത്? ഓക്സാലിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, കാർബോണിക് ആസിഡ്. ഓപ്ഷൻ A ആണ് ആൻസർ. തന്മാത്രകളുടെ വാസ്തുവിദ്യയ്ക്ക് എന്ന വിഷയം 2025 രസതന്ത്ര നൊബേൽ സമ്മാനത്തിന് അർഹനായി. ആണവായുധങ്ങൾ ഉപയോഗിക്കുന്ന വിഷപദാർത്ഥങ്ങൾ ആഗിരണം ചെയ്ത് സംസ്കരിക്കാൻ സാധിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാമാങ്കവുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ബ്രാഹ്മണർക്ക് സ്വാധീനം ലഭിച്ചു തുടങ്ങി എന്നാണ് മാമാങ്കത്തിന്റെ ഉത്ഭവം സൂചിപ്പിക്കുന്നത്. 12 വർഷം കൂടുമ്പോഴാണ് മാമാങ്കം കൊണ്ടാടിയിരുന്നത്. കുലശേഖര വംശം
അസ്തമിച്ചതോടെ മാമാങ്കം കൊണ്ടാടിയിരുന്നത് വള്ളുവനാടിന്റെ അധിപനായ വള്ളാട്ടിരിയായിരുന്നു. തിരുനാവായയിൽ ഭാരതപ്പുഴയുടെ തീരത്തായിരുന്നു മാമാങ്കം കൊണ്ടാടിയിരുന്നത്. മഹാഭാരതത്തിലെ ശിഖണ്ഡിയുടെ ജീവിതവുമായി സാമ്യമുള്ള കഥാപാത്രത്തെ ആർ രാജശ്രീയുടെ ആത്രേയകം എന്ന നോവലിൽ ഏതു പേരിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? നിരമിത്രൻ. യക്ഷഗാനം എന്ന നാടോടി കലാരൂപവുമായി ചേർന്നു നിൽക്കാത്ത പ്രസ്താവന ഓപ്ഷൻ ബി 2 മാത്രം. ഇത് ഒരു അനുഷ്ഠാന കലയാണ് എന്നത് തെറ്റാണ്. യക്ഷഗാനത്തിന് ബലയാട്ടം എന്നു പേരുകൂടിയുണ്ട്. കാസർഗോഡ് ജില്ലയിലാണ് ഈ കലാരൂപം പ്രചാരത്തിലുള്ളത്. പാർത്തി സുബയ്യയാണ് യക്ഷഗാനത്തിന്റെ പിതാവ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് എന്താണ്? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കസ് സ്കൂൾ കീലേരി കുഞ്ഞിക്കണ്ണൻ 1901 സ്ഥാപിച്ചത് എവിടെയാണ്? തലശ്ശേരി. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് ഗൗരി പാർവതിബായി. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ഒരു ചെറി എന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? അവധ്. 2026 G7 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഫ്രാൻസ്. പ്രത്യക്ഷ സമര ദിനത്തിന് ആഹ്വാനം ചെയ്തത് ആരാണ്? മുഹമ്മദ് അലി ജിന്ന. ശിവയോഗ വിലാസം എന്ന മാസിക ആരംഭിച്ചത് താഴെ പറയുന്നവയിൽ ആരാണ്? വാഗ്ഭടാനന്ദൻ. പൂർണ്ണ സ്വരാജ് ആണ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ലാഹോർ. അന്തരീക്ഷത്തിലെ ഹരിതഗ്രഹ വാതകങ്ങളിൽ ഏറ്റവുമധികം വാതകം കാർബൺ ഡയോക്സൈഡ്. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിള സീസണുമായി ബന്ധപ്പെട്ട മാസങ്ങൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിച്ച കേരളത്തിലെ വന്യമൃഗസങ്കേതം ആറളം. തൊഴിൽ സംഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവിധതരം തൊഴിലുകളിൽ ഏർപ്പെടുന്ന ജനസംഖ്യാ വിതരണം. വൻകിട വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി 2ാം പദ്ധതി. നീതി ആയോഗിന്റെ ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സിന്ധുശ്രീ ഗുള്ളർ. ദാരിദ്ര്യരേഖ നിർണയവുമായി ബന്ധപ്പെട്ട ജയിൽ ജീവിത ചെലവ് എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദാദാഭായ് നവറോജി. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയുമായി സംയോജിപ്പിക്കുന്നതിന് പറയുന്ന പേര് ആഗോളവൽക്കരണം. സാമ്പത്തിക ധനകാര്യ വിവരങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്ഷൻ ബി ആണ് ഇക്കോ RBI. ഇന്ത്യയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ശരിയായവ 1, 2 എന്നിവ ശരിയാണ്. ഒറ്റ പൗരത്വം മാത്രമേ ഉള്ളൂ. ഭൂപ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ വഴി പൗരത്വം നേടിയെടുക്കാം. രാഷ്ട്രനിർദ്ദേശക തത്വങ്ങളുടെ ശരിയായ വിവരങ്ങൾ ഭരണഘടനയുടെ 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദം ഉൾക്കൊള്ളുന്നു. ഓപ്ഷൻ സി ആണ് ആൻസർ. ചേരുംപടി ചേർക്കുക. ഭരണഘടനയുടെ ലിസ്റ്റുകൾ വിഷയങ്ങളാണ്. കേന്ദ്ര ലിസ്റ്റ് തുറമുഖം, സംസ്ഥാന ലിസ്റ്റ് കന്നുകാലി പരിപാലനം, സംയുക്ത ലിസ്റ്റ് മായം ചേർക്കൽ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ചുവടെ നൽകിയതിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിൽ ഉൾപ്പെടാത്തത്? ജില്ലാ കൗൺസിൽ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 29 മുതൽ 30 വരെ. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ക്രിപ്സ് മിഷൻ പദ്ധതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് എന്നത് തെറ്റാണ്. 10 ലക്ഷം പേർക്ക് ഒരാൾ എന്ന അനുപാതത്തിലാണ് സീറ്റുകൾ നിശ്ചയിച്ചത്. സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ചുവടെ പറയുന്നവയിൽ കേന്ദ്ര സർവീസുകൾ ഏതെല്ലാം? ഇന്ത്യൻ റെയിൽവേ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്. ചുവടെ നൽകിയിരിക്കുന്നതിൽ 1947 ശേഷം ജനിച്ച ഇന്ത്യയിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരെല്ലാമാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ജ്ഞാനേഷ് കുമാർ മാത്രമാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതെല്ലാമാണ് ശരിയെന്നതാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി. 2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായത്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചീഫ് സെക്രട്ടറിയാണ്. ഇതിന്റെ ആപ്തവാക്യം സുരക്ഷാ യാനം എന്നാണ്, സുരക്ഷിത കേരളം എന്നല്ല. ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2 എന്നിവ മാത്രം. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ബി ആണ്. 1 മാത്രം. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 11ാമത്തെ വകുപ്പ് തണ്ണീർത്തടങ്ങൾ രൂപമാറ്റം വരുത്തുന്നതിനെ നിരോധിക്കുന്നു. കേരള സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന 1, 2 എന്നിവ തെറ്റാണ്. ശരിയായത് മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി പല്ല് സെറ്റ് നൽകുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ സംരംഭമാണ് മന്ദഹാസം.
മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് ചില വിവരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. അവയിൽ ശരിയേത്? ഓപ്ഷൻ സി 2 മാത്രം. ത്വക്കിന്റെ നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ. അപ്പോൾ എല്ലാവർക്കും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ടോട്ടൽ 1,09,606 ഉദ്യോഗാർത്ഥികളാണ് എക്സാം എഴുതിയത്. എക്സാം സ്പെഷ്യൽ ടോപ്പിക്കിൽ നല്ല ഈസി ആയിരുന്നു. അത്യാവശ്യം പഠിച്ചു പോയ ഒരാൾക്ക് 15-16 മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു സ്പെഷ്യൽ ടോപ്പിക്ക്. അതുപോലെ തന്നെ GK പാർട്ടിലാണെങ്കിലും ചില കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം അത് തെറ്റായ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് പോകുന്നതാണ്. ബാക്കിയുള്ളതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ടഫ് ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും GK പാർട്ടിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു പഠിച്ചു പോയ ഒരു ഉദ്യോഗാർത്ഥിക്ക്. മലയാളം കുറച്ച് ടഫായിരുന്നു. എന്നാൽ പോലും 6, 7 അത്യാവശ്യം നന്നായി പഠിച്ചു പോയ ഒരാൾക്ക് 8 വരെ സ്കോർ ചെയ്യാൻ പറ്റിയതായിരുന്നു മലയാളം. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ 9 മാർക്ക് വരെ സ്കോർ ചെയ്തവർ ഉണ്ടാകാം. എന്നാൽ പോലും ഒരു ശരാശരി പറയുകയാണെങ്കിൽ ഒരു 6 മാർക്കെല്ലാം അത്യാവശ്യം പഠിച്ചു പോയ ഒരാൾക്ക് നേടാൻ പറ്റുന്നതായിരുന്നു എക്സാം. ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പോർഷൻസ് ആണ് കുറച്ചും കൂടി ടൈം കൺസ്യൂമിംഗ് ആയി നിന്നതും കുറച്ചും കൂടി മാർക്ക് സ്കോർ ചെയ്യുന്നതിൽ നിന്ന് ഒരു ആവറേജിലേക്കൊക്കെ കുട്ടികളെ കൊണ്ടുപോയത് ആ ഒരു സെക്ഷനാണ്. ബാക്കി വരുന്ന GK സെക്ഷനും സ്പെഷ്യൽ ടോപ്പിക്കും അത്യാവശ്യം മാർക്ക് നേടിക്കൊടുത്തിട്ടുണ്ടാവും. കഴിഞ്ഞ എക്സാമിന് നോക്കുകയാണെങ്കിൽ ഇതിന് മുൻപ് നടന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കാറ്റഗറി നമ്പർ 471/2024 ഒന്നാമത്തെ റാങ്ക് കിട്ടിയ ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചത് 80 ലാസ്റ്റ് മാർക്കാണ്. ഇപ്പോൾ ഉള്ള മാർക്കല്ല, ലാസ്റ്റ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് 84.75 ആണ്. അന്ന് ഏകദേശം 1200ഓളം പേര് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അതിലെ മെയിൻ ലിസ്റ്റിൽ ലാസ്റ്റ് 800 സംതിങ് ആളാണ് വന്നത്. അവർക്ക് ഉണ്ടായിരുന്ന കട്ട് ഓഫ് 60 പോയിന്റ് ആയിരുന്നു. എന്നാൽ നമ്മുടെ എക്സാമിന് ഇനി ഫിസിക്കൽ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ എക്സാമും ഇൻഡിവിജ്വലി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം ഏത് ഉദ്യോഗാർത്ഥികളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പാറ്റേണിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു കട്ട് ഓഫ് 55 to 60 ആണ്. കാരണം അടുത്തതായിട്ട് ഫിസിക്കൽ വരുന്നത് കൊണ്ട് ഇത്രയൊക്കെ കട്ട് ഓഫ് പോകാനേ ചാൻസ് ഉള്ളൂ. എക്സാം എഴുതിയവർക്ക് ജസ്റ്റ് ആൻസറും കട്ട് ഓഫും എത്രയാണെന്ന് അറിയാനുള്ള ഒരു വീഡിയോ മാത്രമായിരുന്നു ഇത്. ഇതിൻ്റെ ആൻസർക്ക് വന്ന ശേഷം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മാത്സും ഇംഗ്ലീഷും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് പുതിയ ക്ലാസ് വീഡിയോ പുറത്തിറക്കും. അതിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് കട്ട് ഓഫും നിങ്ങളുടെയൊക്കെ കമൻറ്റ് കണ്ടിട്ട് കട്ട് ഓഫ് കുറച്ചും കൂടി നന്നായിട്ട് വിലയിരുത്താം. അപ്പോൾ നിങ്ങളെല്ലാവരും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? അതിൽ സ്പെഷ്യൽ ടോപ്പിക്കിൽ പ്രത്യേകിച്ച് എത്ര മാർക്ക് കിട്ടി, GKക്ക് എത്ര മാർക്ക് കിട്ടി, മലയാളത്തിന് എത്ര മാർക്ക് കിട്ടി എന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ടോട്ടൽ എത്ര മാർക്ക് കിട്ടി, നെഗറ്റീവ് വന്നോ എന്നെല്ലാം കമൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂ.